ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നനഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് മുന്നാങ്കണ്ണി ചീര പറിക്കാനായിട്ടാണ്. കണ്ടോ, ഇതുപോലെയുള്ള ഇളം തണ്ട് നമുക്ക് കുറച്ചെടുക്കാം. എല്ലാ കൂട്ടുകാർക്കും ആനീസ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറേ ക്യാരറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഹൽവ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ക്യാരറ്റൊക്കെ വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചു എടുത്തിരിക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിന് ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിലെ ജാറിലിട്ടു നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണതാണ്. നെയ്യോ കുക്കിംഗ് ഓയിലോ ഒഴിക്കാം. അതിനുശേഷം ഞാൻ അരച്ചെടുത്ത ക്യാരറ്റ് അതിലേക്ക് ജ്യൂസ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, കാച്ചിയ പാലാണ്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ ശർക്കര ഒരു 1/4 കിലോ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന പാകം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ പൊടിച്ചത് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരു പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായി ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്, ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് പരത്തി കൊടുത്തു. പിന്നെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ പറിച്ചു കൊണ്ടുവന്ന പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പരിപ്പും പൊന്നാങ്കണ്ണി ചീരയും കൂടിയുള്ള മുളക് ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിലാണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഇളക്കി നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പരിപ്പ് വെന്ത വെള്ളം ഒഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ
നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് വെള്ളം വേണം ചീര വേകാനായിട്ട്. ചീര വെന്ത് വന്നപ്പോൾ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും പരിപ്പും കൂടിയുള്ള മുളക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചോറിന് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും പരിപ്പും കൂടിയുള്ള കറി. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.